സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യമില്ലാതിരുന്ന കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്കായി ഇറ്റലിയിൽ ആദ്യത്തെ പൊതുവിദ്യാലയം തുറന്ന് വിപ്ലവം സൃഷ്ടിച്ച വിശുദ്ധ റോസ് വെനേറിനിയുടെ ഓർമ്മ തിരുനാൾ ഇന്ന് സഭ ആചരിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവർക്കും അവഗണിക്കപ്പെട്ടവർക്കും അറിവും വിശ്വാസവും പകർന്നു നൽകിയ ഈ ധീരയായ വനിതയെ കത്തോലിക്ക വിദ്യാഭ്യാസ പ്രവർത്തകരുടെ മധ്യസ്ഥയായാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ വണങ്ങുന്നത്. 1656 ഇറ്റലിയിലെ വിറ്റേർബോയിൽ ഒരു പ്രശസ്ത ഡോക്ടറുടെ മകളായാണ് റോസ് ജനിച്ചത്. 7-ാം വയസ്സിൽ തന്നെ ദൈവത്തിന് ജീവിതം സമർപ്പിക്കാൻ വ്രതമെടുത്ത റോസിന്റെ ജീവിതം അപ്രതീക്ഷിതമായ തിരിച്ചടികളിലൂടെയാണ് കടന്നുപോയത്. തന്റെ പ്രതിസുത വരന്റെ അപ്രതീക്ഷിത മരണത്തെ തുടർന്ന് അവൾ ഒരു കോൺവെന്റിൽ ചേർന്നുവെങ്കിലും അധികം വൈകാതെ പിതാവും അന്തരിച്ചു. ഇതോടെ വിധവയായ അമ്മയെ പരിചരിക്കുവാനും ആശ്വസിപ്പിക്കുവാനുമായി റോസിന് വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. ഈ പ്രതിസന്ധികളൊന്നും അവളെ തളർത്തിയില്ല, മറിച്ച് ഒരു വലിയ ദൗത്യത്തിലേക്കുള്ള വാതിലുകളാവുകയായിരുന്നു അവ. വീട്ടിലിരിക്കുമ്പോൾ അയൽപക്കത്തെ സ്ത്രീകളെ കൂട്ടി ജപമാല ചൊല്ലുന്നത് റോസ് പതിവാക്കിയിരുന്നു. ഈ കൂട്ടായ്മയിലൂടെ അവരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ച റോസ് സ്ത്രീകൾക്കിടയിലെ കടുത്ത അറിവില്ലായ്മയും മതപരമായ ബോധമില്ലായ്മയും തിരിച്ചറിഞ്ഞു. കുടുംബങ്ങൾ മാറണമെങ്കിൽ അമ്മമാർക്ക് വിശ്വാസത്തിലും സന്മാർഗത്തിലും അറിവുണ്ടാകണമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. ഒരു സന്യാസിനിയായി കോൺവെന്റിനുള്ളിൽ കഴിയുന്നതിനേക്കാൾ ഒരു അധ്യാപികയായി ലോകത്തിൽ സേവനം ചെയ്യുന്നതാണ് റോസിന്റെ നിയോഗമെന്ന് അവളുടെ ആത്മീയ ഉപദേശകൻ തിരിച്ചറിഞ്ഞു. ആ ഉപദേശം സ്വീകരിച്ച റോസ് 1685 ഓഗസ്റ്റ് 30 പാവപ്പെട്ട പെൺകുട്ടികൾക്കായി ഇറ്റലിയിലെ ആദ്യത്തെ ഫ്രീ സ്കൂൾ ആരംഭിച്ചു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ആവശ്യമില്ല എന്ന് വിശ്വസിച്ചിരുന്ന സമൂഹത്തിൽ നിന്ന് റോസിന് കടുത്ത പരിഹാസങ്ങളും എതിർപ്പുകളും നേരിടേണ്ടി വന്നു. ചിലയിടങ്ങളിൽ അധ്യാപകർക്ക് നേരെ ശാരീരിക അക്രമങ്ങളും വീടിന് തീയിടുന്ന സംഭവങ്ങളും വരെ ഉണ്ടായി. എന്നാൽ അവളുടെ പ്രവർത്തനങ്ങൾ മികച്ച ഫലം നൽകിയതോടെ സഭയിലെ ഉന്നതർ അവൾക്ക് പിന്തുണയുമായി എത്തി. മോണ്ടെഫിയോസ്കൻ രൂപതയിലെ സ്കൂളുകളുടെ മേൽനോട്ടം വഹിക്കാൻ കർദിനാൾ റോസിനെ ക്ഷണിച്ചു. റോസ്, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതാണ് നീ ചെയ്യുന്നത്. നിങ്ങൾ റോമിനെ വിശുദ്ധീകരിക്കുമെന്ന് ക്ലെമന്റ് 11-ാമൻ മാർപ്പാപ്പ അവളെ നേരിട്ട് കണ്ട് അഭിനന്ദിച്ചു. റോസ് ഇറ്റലിയിലുടനീളം 40-ലധികം സ്കൂളുകൾ സ്ഥാപിച്ചു. റോസിനൊപ്പം പ്രാർത്ഥിക്കാനായി ഒത്തുചേർന്നിരുന്ന സ്ത്രീകളുടെ കൂട്ടായ്മ പിന്നീട് വെനേറിനി സിസ്റ്റേഴ്സ് എന്ന സന്യാസിനി സമൂഹമായി അംഗീകരിക്കപ്പെട്ടു. ഇന്ന് അമേരിക്ക, ഇന്ത്യ, ബ്രസീൽ തുടങ്ങി ലോകമെമ്പാടും ഇവർ വിദ്യാഭ്യാസ മേഖലയിൽ സജീവമാണ്. അമേരിക്കയിലെ ഇറ്റാലിയൻ കുടിയേറ്റക്കാർക്കിടയിൽ ഇവർ നടത്തുന്ന സേവനങ്ങൾ ഏറെ പ്രശസ്തമാണ്. 1728 മെയ് 7 നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട റോസിനെ 1952 വാഴ്ത്തപ്പെട്ടവളായും 2006 ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ വിശുദ്ധയായും പ്രഖ്യാപിച്ചു. ഓരോ ക്ലാസ് മുറിയും ഓരോ ആത്മാവിനെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള വേദിയാണെന്ന് വിശ്വസിച്ച ഈ വിശുദ്ധയുടെ ജീവിതം ഇന്നും ദശലക്ഷക്കണക്കിന് അധ്യാപകർക്ക് പ്രചോദനമാണ്.